ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നൊരു ഡൗട്ടാണ്. അങ്ങനെ കുറച്ച് ഈ ജാസ്മിൻ ബഡ്സിനെ പറ്റി കുറച്ചധികം ഡൗട്ട്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ദിവസത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഓണത്തിനോടനുബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും ഈ ജാസ്മിൻ ബഡ്സിൻ്റെ വീഡിയോസാണ് ആക്സസറീസാണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും തന്നെ ഈ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ പല വേറെ ആൾക്കാരുടെ അടുത്തുനിന്ന് ഈ ജാസ്മിൻ ബഡ്സ് മേടിക്കുന്നുണ്ട്. അപ്പം ഈ പുതുതായിട്ട് ചെയ്യുന്നവർക്കും ഇതിന് മുന്നേ കാണാത്ത ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിന് ശരിക്കും എന്താ കളറെന്ന്. നമ്മളിപ്പോൾ റീൽസിലോ അല്ലെങ്കിൽ മൊബൈലിൽ ഇപ്പോൾ വീഡിയോസിലോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടോ ഇത് വൈറ്റ് കളറാണെന്ന്. ഇത് ആക്ച്വലി വൈറ്റ് കളറല്ല, ഇത് ഓഫ് വൈറ്റ് കളറാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്തുനിന്നല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് മേടിച്ച് നോക്കാം, ഇല്ലെങ്കിൽ ഷോപ്പ് പോയിട്ട് നോക്കാം. അങ്ങനെ ആരുടെ അടുത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കിയപ്പോൾ ഇത് ഓഫ് വൈറ്റ് കളറാണ്. പിന്നെ ഈ ജാസ്മിൻ ബഡ്സ് ഇതൊരു പാക്കറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരും സെയിൽ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് അധികമായിട്ട് എടുത്തിട്ടായിരിക്കുമല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഓരോരോ പാക്കറ്റുകളായിട്ടായിരിക്കും മേടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പാക്കറ്റിനകത്ത് ഇതിപ്പോൾ ഒരു 500 പീസിൻ്റെ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ 500 പീസും ഹൈ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരിക്കില്ല ഉണ്ടാവുന്നത്. എന്താണെങ്കിലും ഇതേപോലത്തെ ചെറിയ ചെറിയ ഡാമേജുകൾ എല്ലാ പാക്കറ്റുകളിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ചില ബഡ്സ് ഇതേപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, ഇതേപോലെ സ്പോഞ്ച് കാണുന്ന രീതിയിലുണ്ടാവും. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് അവർ തരുന്ന പാക്കറ്റിൽ അത് ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, ഇതേപോലെ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ട് കളയണ്ട. എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയാൽ മതി. ഇപ്പം നമ്മളൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ സ്പോഞ്ചിൻ്റെ ഭാഗം അടിയിലേക്ക് പോകുന്ന രീതിയിൽ, അതായത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സാധനം അങ്ങനെ എന്താ പറയണേ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് കളയേണ്ട ആവശ്യം വരില്ല. അതേപോലെ തന്നെയാണ് മറ്റേ എന്താ പറയണേ ഡാമേജ് ഉള്ളതെന്ന് പറയില്ലേ, അതായത് ഈ ഒരു പാക്കറ്റിനകത്ത് ഈ ഒരു കറുത്ത കളർ വരുന്നില്ലേ, അതും നമുക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വശം താഴെ വരുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പിള്ളേർ പുതിയതായിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്. അതായത് ഈ ജസ്റ്റ് വീഡിയോസ് കണ്ടിട്ട് ചെയ്ത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർ ഈ റീൽസ് എല്ലാം കണ്ടിട്ട് വൈറ്റ് കളറായിരിക്കും ഇല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് കളറായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ജാസ്മിൻ ബഡ്സ് മേടിക്കുന്നത്. എന്നിട്ട് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതൊരു ഡിം കളറാണല്ലോ ഇല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറാണല്ലോ എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ പരാതി പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ കിട്ടാനുണ്ടാവില്ല. കാരണം വെച്ചാൽ വൈറ്റ് കളറല്ല ഈ സാധനം വെച്ചിട്ട് ഉണ്ടാക്കുന്നതെല്ലാം ഈ ഒരു ഓഫ് വൈറ്റ് കളറാണ് ഉണ്ടാവുക. പിന്നെ എന്താ വ്യത്യാസം ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ കളറ്, ഈ ഒരു തണ്ടിൻ്റെ കളറ് വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ഡാർക്ക് ഗ്രീനും ഇതല്ലാതെ ഒരു ഇച്ചിരി ലൈറ്റ് ഗ്രീനോട് കൂടിയിട്ടുള്ള ഒരു തണ്ടും ഉണ്ടാവും. അപ്പോൾ ആ ലൈറ്റ് ഗ്രീനോട് കൂടിയ തണ്ടിന് ഈ ബഡ്സ് വരുമ്പം അതിന് കുറച്ചൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. അല്ലാതെ ഈ ബഡ്സ്, ഈ ജാസ്മിൻ ബഡ്സ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും നമുക്ക് വൈറ്റ് കളറിൽ അല്ലെങ്കിൽ കുറച്ച് തെളിച്ചമുള്ള രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. എല്ലാം ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു കുട്ടി എനിക്ക് ഇതേമാതിരി ഇത് മേടിച്ചിട്ടുണ്ടായതാണ്. മേടിച്ചിട്ട് അവൾ ഒരു ഓർഡർ അനുസരിച്ച് ചെയ്തും കൊടുത്തു. അപ്പോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം വാങ്ങിയ കസ്റ്റമർ ഇതേപോലെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ജാസ്മിൻ ബഡ്സ് എന്ന് പറയുമ്പോൾ റിയൽ പോലെയാണെന്നാണ്. എന്നിട്ട് ഈ കുട്ടീനോട് എന്തൊക്കെയോ പറഞ്ഞു, ഇത് റിയൽ പോലെയല്ല, ഇതെന്താ ജാസ്മിൻ ബഡ്സ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇതേപോലെയാണോ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ കുട്ടീനോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഈ ജാസ്മിൻ ബഡ്സ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും റിയൽ അല്ല, ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. അപ്പോൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതിന് അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഈ സമയത്ത്
ഓണത്തിൻ്റെ സമയത്ത് മുല്ലമുട്ടിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു റേറ്റിനെ നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഹെയർ ആക്സസറീസ്, അതായത് ഈ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നമ്മൾ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് വേണം ആരുടെ അടുത്തു നിന്നെങ്കിലും ഈ ജാസ്മിൻ ബഡ്സ് മേടിക്കുന്നതിന്. ഇപ്പം എൻ്റെ അടുത്തുനിന്ന് തന്നെ മേടിക്കണ കാര്യമല്ല ഞാൻ പറയുന്നത്, വേറെ ആരുടെ അടുത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി 100%, അതായത് ഫുള്ള് 500 പീസ് ഗുഡ് ക്വാളിറ്റിയിലുള്ളത് കിട്ടണമെന്നില്ല. അതേപോലെ എന്താ പറയുക, സ്പോഞ്ച് മേ ബി ഓപ്പൺ ആയിട്ടുള്ളതായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ കളറോ ഓഫ് വൈറ്റോ അല്ലെങ്കിൽ കുറച്ച് ഡിമ്മായിട്ടുള്ള കളറോ ആയിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതിനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പം ഇനി ഇതിനെപ്പറ്റി ആർക്കും ഒരു ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.